ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ജോലികളൊക്കെ തീർത്ത് റൂമിൽ ഉണങ്ങിയ തുണികളെല്ലാം അലമാരിയിലേക്ക് മടക്കി വെക്കുകയാണ് ആരു. എടി അനക എവിടെ? ഫോൺ നോക്കി മടുത്തതും ഫോൺ മാറ്റി വെച്ചുകൊണ്ട് ആരുവിനോട് ചോദിച്ചു. അവളുടെ റൂമിൽ കാണും. എന്നെ വിളിക്കണോ? മാഹി ചോദിച്ചത് കേട്ട് അവനെ തിരിഞ്ഞു നോക്കാതെ ആര് ചോദിച്ചു. ആ വിളിക്ക്, എന്നാൽ എനിക്ക് സംസാരിച്ചിരിക്കുന്ന ഒരാളാകുമല്ലോ, എൻ്റെ ബോറടിയും മാറും. ആരുവിനെ എരിവ് കയറ്റാൻ വേണ്ടി മാഹി പറഞ്ഞതും ചെയ്തിരുന്ന ജോലി നിർത്തി ആര് തിരിഞ്ഞ് മാഹിയെ കൂർപ്പിച്ച് നോക്കി. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി, അവളെ റൂമിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റില്ല. അത്രയ്ക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചോ. ഓ വേണ്ടായി, നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ വെറുതെ ഇരിക്കുന്നതാ. മാഹി ആരുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആരും മാഹിയെ നോക്കി ചെറിയ കൂട്ടിക്കൊണ്ട് തിരിഞ്ഞതും കാണുന്നത് ഡോറിൻ്റെ അടുത്ത് നിന്ന് അവരുടെ റൂമിലേക്ക് എത്തി നോക്കുന്ന അനഘയാണ്. ഇവളോട് എത്ര പറഞ്ഞാലും പഠിക്കില്ല, ഇവളെ ഇന്ന് ഞാൻ. ആരു ദേഷ്യത്തിൽ മനസ്സിൽ പറഞ്ഞ അനഘയുടെ അടുത്തേക്ക് നടക്കാനൊരുങ്ങിയതും പെട്ടെന്നൊന്ന് ഓർത്ത പോലെ ആരും ഊറിച്ചിരിച്ച് കെട്ടിവടിച്ച് മുടിയടിച്ചിട്ട് മാടിയൊരുക്കി മുന്നിലേക്കിട്ട് ചിരിയോടെ മാഹിക്കരികിലേക്ക് നടന്നു. നിറഞ്ഞ ചിരിയോടെ തൻ്റെ നേരെ നടന്നു വരുന്ന ആരുവിനെ കണ്ട് ഹെഡ് ബോർഡ് ചാരിയിരുന്ന മാഹി ആരുവിനെ സംശയത്തിൽ നോക്കി. വാതിലിൻ്റെ മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന അനഘയെ ഒന്ന് കടക്കണിട്ട് നോക്കി ആര് ചിരിയോടെ മാഹിക്കരികിൽ വന്നിരുന്ന് അവനോട് ചേർന്നിരുന്നു. എന്താടി മാഹി ബാക്കി പറയുന്നതിന് മുമ്പായി മാഹിയുടെ കൈകളെടുത്ത് ആരുവിൻ്റെ അടുപ്പിൽ വെച്ച് മാഹിയുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് മാഹിയുടെ അതരങ്ങളിൽ അതരങ്ങൾ ചേർത്ത് വെച്ച് ചുംബിച്ചതും മാഹി ഞെട്ടി ആരുവിനെ നോക്കി. കണ്ണുകളടച്ച് തന്നെ ചുംബിക്കുന്നവളെ കണ്ടതും മാഹി അത്ഭുതത്തോടെ അവളെ മുറുകെ പിടിച്ചു. വാതിലിൻ്റെ മറവിൽ നിന്നും ഈ കാഴ്ച കണ്ട് ദേഷ്യത്തിൽ ചവിട്ടി തുള്ളിപ്പോകുന്ന അനഘയെ കടക്കണ്ണാൽ കണ്ടതും ആരും മനസ്സിൽ ഊരിച്ചിരിച്ച് മാഹിയുടെ അതരങ്ങളിൽ അമർത്തി ചുംബിച്ച് ആര് പിൻവാങ്ങാൻ ഒരുങ്ങിയതും ആരുവിൻ്റെ ആ നീക്കത്തെ തടഞ്ഞ് അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ച് തന്നോട് വലിച്ചു ചേർത്ത് ആരുവിൻ്റെ അതരങ്ങൾ ഒന്നാകെ കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങിയിരുന്നു. മാഹിയുടെ പ്രവൃത്തിയിൽ ആരും ഒന്ന് പിടഞ്ഞു. മഹിയുടെ ഷോൾഡറിൽ മുറുകെ പിടിച്ചു അവൾ. ആദ്യമെല്ലാം മഹിയുടെ മുടിയിൽ പിടിച്ച് വലിച്ചും അവൻ്റെ പുറത്തടിച്ചും ആരുവിന് തന്നെ നടത്തി മാറ്റാൻ നോക്കിയെങ്കിലും പതിയെ അവളും ആ ചുംബനത്തിൽ ലയിച്ചു പോയിരുന്നു. ആരുവും തിരിച്ച് മഹിയെ ചുംബിക്കാൻ തുടങ്ങിയതും അത് മഹിയിൽ കൂടുതൽ ആവേശം തീർത്തു. വായിൽ രക്തച്ചു പറഞ്ഞിട്ടും മഹി ആരുവിനെ വിടാതെ വരിഞ്ഞു മുറുകി തന്നോട് ചേർത്ത് അവളുടെ അതരങ്ങൾ മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു. ആരു മഹിയുടെ ഷോൾഡറിൽ പിടിമുറുക്കി അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ശ്വാസം കിട്ടാതെ വന്നതും മഹി പാതി ആരുവിനെ അതരങ്ങളെ മോചിപ്പിച്ചതും ആര് തളർച്ചയോടെ മഹിയുടെ ഷോൾഡറിൽ തലമുട്ടിച്ച് നിന്നു. കിട്ടിയ അവസരം മുതലാക്കി അവനട ചെകുത്താനെ. ആരും അണപ്പം ഒന്ന് മാറിയതും മഹിയിൽ നിന്നും മടന്നു മാറി ചൂണ്ട് തുടച്ചതും പൊട്ടിയ ചൂണ്ടിന് നീറ്റൽ കാരണം അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനല്ലല്ലോ, നീയല്ലേ തുടങ്ങി വെച്ചത്, അനുഭവിച്ചു. മഹി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ തന്നെ അവസാനിപ്പിക്കുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളല്ലേ എന്നെ ഉമ്മിക്കാൻ തുടങ്ങിയത്. മാഹി പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ അവനെ നോക്കി കെറിവിച്ചുകൊണ്ട് ആര് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കുന്ന എന്നെ വന്ന് പ്രകോപിക്കാൻ? നിങ്ങളെ പ്രകോപിക്കാൻ മാത്രം ഞാനിപ്പോൾ എന്താ ചെയ്തത്? മാഹി പറഞ്ഞത് കേട്ട് അവനോട് ചേർന്നിരുന്ന ആര് സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിന്റെ ചത്തുപോയ തന്തക്ക് വിളിക്കണം കേട്ടിട്ട് പോടി പീശാചെ. തന്നെ നെഞ്ചില്ലമർന്ന ആരുവിൻ്റെ ശരീരത്തിൽ നിന്നും അവളുടെ ദേഹത്തിന് ചൂട് തന്നിലാകെ വ്യാപിക്കും പോലെ തോന്നിയതും ആരുവിനെ ഇനിയും അവിടെ നിർത്തിയാൽ ശരിയാകില്ലെന്ന് മനസ്സിലായതും മാഹി അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. പോക തന്നെയാണ് ചെകുത്താനെ, അല്ല തന്നെ നോക്കി ഇരിക്കൊന്നുമല്ല. മാഹി പറഞ്ഞത് കേട്ട് ആര് ദേഷ്യത്തിൽ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. ആര് പോകുന്ന വഴിക്ക് അനഘയുടെ റൂമിലേക്ക് എത്തി നോക്കിയതും ഡോർ അടച്ചിരിക്കുന്നത് കണ്ട് ചുണ്ടുകൾ കൂട്ടി പടികൾ ഇറങ്ങി താഴേക്ക് പോയി. ആര് താഴെ എത്തുമ്പോൾ കാണുന്നത് എന്തൊക്കെയോ കുറെ ഫയൽസ് നോക്കിയിരിക്കുന്ന സൂര്യയാണ്. എന്താ പണി? ആര് സൂര്യക്കടുത്തായി സെറ്റിയിൽ നിന്നുകൊണ്ട് ചോദിച്ചു. ഇതെല്ലാം ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ഫയൽസാണ് മോളെ, എല്ലാം നോക്കായിരുന്നു. മുഖത്തിൽ നിന്ന് കണ്ണട ഊരി ആരുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു. കുറേ ഉണ്ടല്ലോ, ഞാൻ സഹായിക്കാം. ആര് സെറ്റിയിലുള്ളതിൽ നിന്നും ഒരു ഫയൽ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മോൾക്ക് ഇതെല്ലാം അറിയോ? സൂര്യ അതിശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ കുറച്ചൊക്കെ അറിയാം, മുൻപ് അച്ഛൻ്റെ ഒപ്പം സഹായിക്കാൻ കൂടുമായിരുന്നു, അങ്ങനെ പഠിച്ചതാ. ആര് പറഞ്ഞത് കേട്ട് സൂര്യ അവളെ നോക്കി. തൻ്റെ അച്ഛനെയും അമ്മയെയും ഓർത്ത് കണ്ണു നിറച്ചിരിക്കുന്ന ആരുവിനെ നോക്കി സൂര്യ ഒന്ന് നിശ്വസിച്ചു. എന്നാ മോളും കൂടിക്കോ, എനിക്ക് സഹായത്തിന് ഒരാളാകുമല്ലോ. ആരുവിൻ്റെ കണ്ണു നിറഞ്ഞത് കണ്ട് സൂര്യ പതിയെ സംസാരം മാറ്റിക്കൊണ്ട് അതും പറഞ്ഞ് ഫയലിലേക്ക് മുഖം പൊഴുത്തിയതും ആരുവും ഫയൽ ചെക്ക് ചെയ്ത് അവിടെ ഇരുന്നു.
ഇടയ്ക്കുള്ള അവളുടെ സംശയങ്ങളൊക്കെ സൂര്യയുമായി പങ്കുവെക്കുകയും സൂര്യ അവളുടെ ഡൗട്ടെല്ലാം ക്ലിയറാക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അനഘ പടിയിറങ്ങി വരുന്നത്. സൂര്യയോടൊപ്പം ഇരിക്കുന്ന ആരുവിനെ കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു. ഇവളെല്ലാവരെയും മയക്ക് കയ്യിലെടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇവളുടെ മേലുള്ള വിശ്വാസം തകർത്താൽ മാത്രമേ എനിക്ക് അവളെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റൂ. സൂര്യയുമായി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന ആരുവിനെ കണ്ട് ദേഷ്യത്തിൽ മനസ്സിൽ കണക്ക് കൂട്ടി അവൾ താഴേക്ക് നടന്നു. അനഘ മോളിപ്പോൾ ഇത് എങ്ങോട്ട് പോവുക? പുറത്തു പോകാൻ റെഡിയായി വരുന്ന അനഘയെ കണ്ട് സൂര്യ സംശയത്തിൽ ചോദിച്ചു. അത് പിന്നെ അങ്കിൾ, എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. എന്നാ ശരി, പോയി വാ. അനഘ പറഞ്ഞത് കേട്ട് സൂര്യ അതും പറഞ്ഞ് ഫയലിലേക്ക് മുഖം പൂഴ്ത്തിയതും അനഘ തന്നെ നോക്കിയിരിക്കുന്ന ആരുവിനെ നോക്കി ചുണ്ടു കൂട്ടി ആരും അവളെ നോക്കി പുച്ഛം വാരിയെറിഞ്ഞ് ഫയലിലേക്ക് മുഖം പോയിരുന്നതും അനഘ ചവിട്ടി തുള്ളി അവിടുന്ന് പോയി. മോളെ, മാലതി ബാൽക്കണിയിൽ കോൾ ചെയ്തിരിക്കുന്ന ശ്രേയയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വിളിച്ചു. എന്താമ്മേ? ശ്രേയ വേഗം കോൾ കട്ടാക്കി ഫോൺ മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. ആരാ മോളെ വിളിക്കുന്നത്? ദത്തനാണോ? മാലതി അവളുടെ അടുത്തായിരുന്ന സംശയത്തിൽ ചോദിച്ചു. എൻ്റെ നമ്പർ ദത്തേട്ടൻ്റെ ഫോണിലുണ്ടോയെന്ന് സംശയമാണ്. ശ്രേയ ദേവന്റെ പെരുമാറ്റം ഓർത്ത് നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ നീ ഇവിടെ വന്ന് നിന്ന് ഇത്രയും ദിവസമായിട്ടും നിന്നെ വിളിച്ചിട്ടില്ല? മാലതി ശ്രേയയെ നോക്കി ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആഴ്ചകളായി. ആ വീട്ടിൽ നിന്ന് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ദേവുവിനെല്ലാവരും വിളിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. ശ്രേയ അമർഷത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ദത്തൻ്റെ മനസ്സ് മാറ്റിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എൻ്റെ അമ്മേ, അതിനൊക്കെ ഞാൻ കുറെ ശ്രമിച്ചതാ. അങ്ങയുടെ മനസ്സ് നിറയെ അവളാ, ആ ആരുഷി. മരിച്ചാൽ അവളെ മറക്കില്ലെന്നാ പറയുന്നത്. ആരും അവളോടുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ അവൾ സ്നേഹിച്ച ദേവതത്തിന് അവൾക്ക് കൊടുക്കാതെ ഞാൻ തന്നെ സ്വന്തമാക്കിയത്. പക്ഷേ അവൾക്ക് എന്നേക്കാൾ നല്ല ജീവിതം കിട്ടിയത്. ശ്രേയ കോവിലകത്ത് മഹിയെ കാണാൻ പോയപ്പോഴുള്ള കാര്യങ്ങൾ ആലോചിച്ച് അമർഷത്തോടെ പറഞ്ഞു. അത് മോള് പറഞ്ഞേ ശരിയാ. ഇത്രയും വലിയൊരു കുടുംബത്തിലേക്കൊന്നും അവളെ കൊടുക്കരുതായിരുന്നു. അവളുടെ യോഗം, അല്ലാതെന്താ. മാലതിയും മാരുവിന്റെ കോവിലകത്തെ ജീവിതം കണ്ട അസൂയയോടെ പറഞ്ഞു. എല്ലാത്തിനും കാരണം അമ്മയും അച്ഛനോ. ക്യാഷ് കിട്ടിയപ്പോൾ അവളെ കെട്ടുന്നത് ആരാണെന്ന് ശരിക്കും അന്വേഷിക്കാതെ അവളെ പിടിച്ചു കൊടുത്തു. അവളെ ആ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ എനിക്കോ മണിമംഗലത്തെ ജോലിക്കാരെ പോലെയാണ് ഞാൻ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ സന്തോഷം തല്ലിക്കെടുത്തിയാലേ എനിക്ക് സന്തോഷമാകൂ. ശ്രേയ ആരുവിനോത്ത് പകയോടെ പറഞ്ഞു. അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ആദ്യം നീ ദേവനൊരു പരിധിയിലാക്ക്. അതിന് നീ തിരിച്ചു പോയേ പറ്റൂ. മനസ്സിലായോ നിനക്ക് ഞാൻ പറഞ്ഞത്? മാലതി കുശാഗ്ര ബുദ്ധിയോടെ പറഞ്ഞത് കേട്ടതും ശ്രേയ എന്തൊക്കെയോ കണക്ക് കൂട്ടി അതേ രീതിയിൽ തലയാട്ടി. ഫയൽസൊക്കെ നോക്കിക്കഴിഞ്ഞെങ്കിലും മഹിയുടെ മുന്നിലേക്ക് പോകാനുള്ള ചളിപ്പ് കാരണം ആരു പിന്നെ റൂമിലേക്ക് പോയിരുന്നില്ല. രാത്രി മഹിക്ക് കഴിക്കാനുള്ളതെല്ലാം എടുത്ത് റൂമിലേക്ക് വന്ന ആരു കാണുന്നത് തൻ്റെ മൊബൈലും പിടിച്ചിരിക്കുന്ന മഹിയാണ്. എന്തിനാ എൻ്റെ ഫോൺ എടുത്തത്? ആര് കയ്യിലുള്ള പാത്രം ടേബിളിൽ വെച്ച് വേഗത്തിൽ മഹിയുടെ കയ്യിൽ നിന്നും അവളുടെ ഫോൺ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചു. കുറേ നേരമായി കിടന്ന് അടിക്കുന്നു. അവ ഞാൻ എടുത്തതാ. ഒരു ചീവീടായിരുന്നു വിളിച്ചത്. നീ ഇവിടെ ഇല്ലെന്ന് പറയാനുള്ള അവസരം എനിക്ക് തന്നില്ല. ഹോ, എൻ്റെ ചെവി. മഹി തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ട് ആര് കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയതും അതിൽ കാർത്തികയുടെ പേര് കണ്ടതും അവളവനെ കൂർപ്പിച്ച് നോക്കി. കാർത്തികയാണ് വിളിച്ചത്. അവളെന്തിനാ ചീവീടെന്ന് വിളിച്ചത്? ആര് ഫോൺ മാറ്റി വെച്ച് മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ചീവീട് കണക്കെ ചേർക്കുന്നവളെ വേറെ എന്താ വിളിക്കുക? മഹി ആരുവിനെ നോക്കി കെറിവിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ പിന്നെ വലിയ മോഹനാണല്ലോ. മഹി പറഞ്ഞത് കേട്ട് ആരും അവൻ കേൾക്കാതെ പതിയെ പെറുപിറുത്തു. എന്തോന്നാ? ആര് പറഞ്ഞത് വ്യക്തമായി കേൾക്കാത്തത് കൊണ്ട് തന്നെ അവളെ സൂക്ഷിച്ചുകൊണ്ട് മഹി ചോദിച്ചു. ഓ, ഒന്നുമില്ല. ഈ ഭക്ഷണം ഒന്ന് വേഗം കഴിക്ക്. ആര് മഹിയെ താങ്ങി പിടിച്ച് എണീപ്പിച്ച് ഹെഡ് ബോർഡിൽ ചാരിയിരുത്തി ഭക്ഷണപാത്രം അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതെന്തിനാ എനിക്ക് തരുന്നത്? തനിക്ക് നേരെ നീട്ടിയ പാത്രം കണ്ട മഹി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് കഴിക്കാൻ. ആര് മഹിയുടെ ചോദ്യം കേട്ട് മനസ്സിലാകാതെ പറഞ്ഞു. എനിക്ക് നീ തന്നാ മതി. മഹി ഭക്ഷണപാത്രം വാങ്ങാൻ കൂട്ടാക്കാതെ പറഞ്ഞു. ഞാനോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് കഴിച്ചോളാന്ന്. പിന്നെ ഇപ്പം എന്തു പറ്റി? ആര് മഹിയെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, ഇപ്പം ഇങ്ങനെ തോന്നി. നീ വലിയ ജാടയിടാതെ എനിക്ക് ഭക്ഷണം എന്താ? മഹി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ആരോരൊന്ന് ഒഴിഞ്ഞു നോക്കി മഹിക്കരികിലിരുന്ന് പ്ലേറ്റിലുള്ള ചപ്പാത്തി പിച്ചി കറിയിൽ മുക്കി മഹിക്ക് വായിലേക്ക് വെച്ചു കൊടുത്തു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു പോയി.
ആരുവിനെ പുറത്താക്കാനുള്ള വഴികൾ പലതും മനക നോക്കിയെങ്കിലും പറ്റിയൊരു അവസരം കിട്ടാത്തത് കൊണ്ട് തൽക്കാലം അവൾ അടങ്ങി. കൂടെ ആരുവിനെ പേടിച്ച് മഹിയുടെ അടുത്തേക്കുള്ള പോക്കും കുറച്ചു. ഈ ദിവസങ്ങളിലെല്ലാം മഹിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ആരു തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള ആരുവിൻ്റെ സ്നേഹപ്രകടിപ്പിക്കലിൽ ആകെ കിളിപോയ അവസ്ഥയിലാണ് മഹി. ശരിക്കും പറഞ്ഞ ആ ഉമ്മ വെച്ചും പിച്ചിയും കെട്ടിപ്പിടിച്ചുമൊക്കെ അവൾ മഹിയെ നന്നായി വട്ടം കലക്കിയിരുന്നു. മുറിവ് ശരിക്കും മുടങ്ങിയത് കൊണ്ട് ഇന്നാണ് മഹിയുടെ സ്റ്റിച്ച് എടുക്കുന്ന ദിവസം. ആദിക്കും ബിജുവിനുമൊപ്പമാണ് മഹി സ്റ്റിച്ച് എടുക്കാനായി ഹോസ്പിറ്റലിൽ പോയത്. മാഹിക്കുട്ടൻ വന്നില്ലേ മോളെ? രാവിലെ പോയ മഹിയെ വൈകുന്നേരമായിട്ട് കാണാത്തത് കണ്ട് കാവില് വിളക്ക് വെച്ചു വന്ന് ഉമ്മറത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന ആരുവിന് അരികിൽ വന്നിരുന്നു കൊണ്ട് ഇന്ദു ചോദിച്ചു. ഇല്ലമ്മേ. മോള് വിളിച്ചു നോക്കിയില്ലേ? ആര് പറഞ്ഞത് കേട്ട് ഇന്ദു സംശയത്തിൽ ചോദിച്ചു. അതിന് എൻ്റെ ഒരു നമ്പറില്ലമ്മേ. ആര് പറഞ്ഞത് കേട്ട് ഇന്ദു അത്ഭുതത്തിൽ ആരുവിനെ നോക്കി. മോളുടെ ഭർത്താവല്ലേ മാഹിക്കുട്ടൻ, എന്നിട്ട് നമ്പറില്ലെന്ന് പറഞ്ഞാൽ അത് മോശമാണേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീട്ടിക്കൊണ്ട് പോവരുത്. എന്തോ പറഞ്ഞത് കേട്ട് ആര് ശരിയെന്ന രീതിയിൽ തലയാട്ടി. കുറച്ചു സമയം ഇന്ദുവുമായിട്ട് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇജ്ജുവിൻ്റെ കാറ് കോവിലകത്തിൻ്റെ ഗേറ്റ് കിടന്ന് വരുന്നത്. മഹിയേട്ടാ, എവിടെയായിരുന്നു ഇത്ര സമയം? ആദ്യം ഇജ്ജു മഹിയെ കോവിലകത്ത് ഇറക്കി പോയതും പൂമുഖത്ത് നിൽക്കുന്ന ഇന്ദുവിനെ കണ്ട് ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാതെ പോകുന്ന മഹിയെ കണ്ട് ആര് മഹിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പുറത്തായിരുന്നു. മഹി ആരുവിനെ നോക്കാതെ പറഞ്ഞു. മഹിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ? മഹിയുടെ അടുത്തെത്തിയതും അവനിൽ നിന്നും വന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ ആരും മഹിയുടെ മുൻപിൽ കയറി നിന്ന് അവനെ നോക്കി മൂക്ക് ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആരുവിൻ്റെ ചോദ്യത്തിനായി മഹി അവളെ നോക്കി കണ്ണിറക്കി കാണിച്ച് ആരുവിൻ്റെ ചുണ്ടിനെ വിരൽ കൊണ്ട് ഞൊരടി വിട്ട് ഒരു കള്ളച്ചിരിയുടെ ഉള്ളിലേക്ക് പോയതും ആര് വാ തുറന്ന് അവനെ നോക്കി നിന്നു. ആ വാ അടച്ച് വെച്ചേരെ മോളെ. ആരുവിൻ്റെ തോളിൽ തട്ടി ചിരിയോട് അതും പറഞ്ഞ് ഇന്ദുള്ളിലേക്ക് പോയതും ആര് ചമ്മിക്കൊണ്ട് ഇന്ദുവിനെ നോക്കി വേഗം മുകളിലേക്ക് പോയി.